നവ്യ ഒരേ സമയത്ത് വാണിജ്യ സിനിമയിലും സമാന്തര സിനിമയിലും വിളങ്ങി. നവ്യയ്ക്ക് ഒരുപക്ഷെ വാണിജ്യപരതയില്ലാത്ത സിനിമകളിൽ പോലും നന്നായി വേഷം നൽകാൻ പറ്റി. ഞാൻ നന്ദനത്തിലെ പോലെ ഒന്നും അല്ലാതെ അഭിനയിച്ച സിനിമയാണ്. ശക്തമായ കഥാപാത്രം, അതായത് വളരെ സബ്ഡ്യൂഡായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ. അതിൻ്റെ മിതത്വം പാലിക്കണം, റിസ്ട്രെയിൻറ്റ് വേണം. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. ആണല്ലേ? സംവിധായകനോട് റെഡിയായിരിക്കും. കച്ചവട സിനിമയിൽ വളരെ തിരക്കുള്ള ഒരു നായികയായി നിൽക്കുമ്പോഴാണ് നവ്യ സൈറയിൽ അഭിനയിക്കുന്നത്. ആ സമയത്ത് സൈറ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ഒരു പുതിയ സംവിധായകൻ, സിനിമ ഇൻഡസ്ട്രിയുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സംവിധായകൻ. മാത്രമല്ല പല നടിമാരും അല്പം വിസമ്മതിച്ച ഒരു വേഷം. എന്തുകൊണ്ടാണ് നവ്യ ആ ഒരു വേഷം അക്സെപ്റ്റ് ചെയ്തത്? നവ്യ വലിയ ഗ്ലാമറൊന്നുമില്ല, വാണിജ്യ സിനിമയല്ല, വലിയൊരു ജനപ്രീതി ഒന്നും കിട്ടാൻ പോകുന്നില്ല, എന്നിട്ടും നവ്യ പോയി അഭിനയിച്ചു. എന്താ അതിനൊരു കാരണം? ഈ നമ്മുടെ ഡേറ്റിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്തു. പിന്നെ ഒരുപാട് പേരും നോ പറഞ്ഞ സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് കേട്ട് നോക്കി. കേട്ടപ്പോൾ പക്ഷേ എനിക്ക് ആ സംവിധായകൻ്റെ കോൺഫിഡൻസിൽ ഭയങ്കര വിശ്വാസം വന്നു. വളരെ നന്നായിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പോലും ഇത്ര വലിയൊരു സംവിധായകനാവുന്നൊന്ന് അങ്ങനെ നമുക്ക് അസസ് ചെയ്യാൻ ഞാനൊരു വലിയ ആളല്ല, പ്രത്യേകിച്ച് സംവിധാനത്തിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ തോന്നി നവ്യയ്ക്ക് എങ്ങനെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ശക്തി അന്ന് തിരിച്ചറിഞ്ഞോ, അതെയോ വേറുള്ളവർ സഹായിച്ചോ? ആരാണ് സഹായിച്ചത്? ഞാൻ സ്വന്തമായൊരു ജഡ്ജ്മെന്റിലേക്ക് ജഡ്ജ്മെന്റിലേക്ക്. പക്ഷെ വലിയ വലിയ സംവിധായകരാകുമ്പോൾ പലപ്പോഴും നമ്മൾ കഥ കേൾക്കാതെയാണ് പല സിനിമ അഭിനയിക്കാറ്. പക്ഷേ ഇദ്ദേഹം പുതിയ സംവിധായകനായിട്ട് വന്നതുകൊണ്ട് അന്ന് എനിക്ക് കഥ കേൾക്കണം എന്ന് പറഞ്ഞ് ഞാൻ കഥ കേട്ടു. ആ കഥ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിതുപോലെ പലരെ അപ്രോച്ച് ചെയ്തപ്പോൾ അതിലിങ്ങനെ ഡ്രസ്സ് വലിച്ചെറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതായത് റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഇതുപോലെ അച്ഛൻ വരുമ്പോൾ തന്നെ, അതായത് വേണുവങ്കിൾ വരുമ്പോൾ തന്നെ വേണുവങ്കിളിൻ്റെ ദേഹത്തേക്ക് ഡ്രസ്സ് ഊരി വലിച്ചെറിയുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വേറെ പലരും അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് വേറെ പലരും അത് ഒട്ടേറെ അംഗീകാരം ഈ സിനിമ നവ്യക്ക് മേടിച്ചു കൊടുത്തു. പക്ഷെ രാജ്യാന്തര തലത്തിൽ പോലും നവ്യ ശ്രദ്ധിക്കപ്പെട്ടു, ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. എനിക്കൊരു അവാർഡും അങ്ങനെ കിട്ടിയതായിരുന്നു, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴായിരുന്നെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞില്ലേ, ഔട്ട് ഓഫ് ദ ക്യാമറയാ? ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഔട്ട് ഓഫ് ദ ക്യാമറ ഉണ്ട്. വളരെ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്? ഇല്ലെന്ന് ഇതൊരു ചെറിയ വിവാദമായി നവ്യ. വിവാദമായിരുന്നു. എന്തായിരുന്നു വിവാദം? പൃഥ്വിരാജ് ഞാനും കൂടെ ഭയങ്കര ഹോട്ട് ആയിട്ട് അഭിനയിച്ചു എന്നുള്ളായിരുന്നു വിവാദം. പക്ഷെ ഇപ്പം നവ്യക്ക് പറഞ്ഞുകൂടായിരുന്നു? എന്താ ഇപ്പൊ നവ്യ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞുകൂടായിരുന്നു? പറ്റത്തില്ല. എന്ത് പറ്റി? അന്ന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. യു ആർ ആൻ ആക്ട്രസ്, നടിയാണ്. പക്ഷെ ഞാനന്ന് ആക്ച്വലി ഇതിങ്ങനൊന്നും ആവുമെന്നുള്ളത് ഇപ്പോഴും എനിക്ക് അതിനകത്ത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയൊരു ഭയങ്കര വൃത്തികേടുണ്ടോ? ഒരു വൃത്തികേടുമില്ല. എന്താ വൃത്തികേട്? പക്ഷെ അത് എന്താ അങ്ങനെ ആയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് നന്ദനം കഴിഞ്ഞ് ഇവരോട് ചോദിച്ചു നോക്കാം, ഭയങ്കര വൃത്തികേടാണോ അത്? എന്ത് വൃത്തികേട്? അവരൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അവരിങ്ങനെ കണ്ണും വായും മുട്ടി ഒന്ന് പോയി അങ്ങനെ. അത് ഭയങ്കര ഒരു ഹോട്ട് സീൻ എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ശരിക്കും ഭയങ്കര ഇഴുകി ചേർന്ന് അഭിനയിച്ചു, അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമാവസ്ഥ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ്, അതായത് ചേച്ചി 9 മാസം ഗർഭിണി, കല്യാണം കഴിഞ്ഞ് 11 മാസം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ മരിച്ചു. അപ്പം അന്ന് ആ സമയത്ത് ഞാൻ ഓരോ ഷോട്ട് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഷോട്ട്സാണ് ഇത് മുഴുവൻ. എന്നെ മാത്രം വിട്ടില്ല, കാരണം ഭദ്രൻ സാറിന് ആ ഷൂട്ട് തീർക്കണം എന്നുള്ള ഒരു 3 ദിവസത്തിനുള്ളിൽ ആ പാട്ട് ഷൂട്ട് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് മാത്രം അച്ഛനും അമ്മ എന്നെ അവിടെ വിട്ടിട്ട് എൻ്റെ ഒരു സാജനങ്ങൾ എന്ന് പറഞ്ഞ അങ്കിളിൻ്റെ വൈഫ് ഷീലാൻഡി അവിടെ ഏൽപ്പിച്ചിട്ട്, ഷീലാൻഡി ആയിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓരോ ഷൂട്ടും കഴിയുമ്പോൾ വന്ന് അവിടെ പോയിരുന്ന് അത് ആലോചിച്ചിട്ട് കരയും. ശരിക്കും അന്ന് എടുത്തതാണിത്. പക്ഷെ പിന്നെ ഈ സിനിമയിൽ കാണുന്ന ആ ഒരു ഫ്ലോ ഒരിക്കലും ഷൂട്ടിങ്ങിലില്ല. ഒരു കൊച്ചു ഷോട്ടാണത് പലതും. അപ്പം അത് ഇത്രയ്ക്കും ആൾക്കാരിൽ ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിച്ചു എന്നേ ഉള്ളൂ. എന്നെ പക്ഷെ ആൾക്കാർ അന്ന് അംഗീകരിച്ചിരുന്നത് ഒരു മകളെ പോലെയോ അല്ലെങ്കിൽ
ഇതല്ല, കുറച്ചുകൂടെ മുതിർന്ന ചേട്ടന്മാരായിരിക്കുമല്ലോ അപ്പൊ സിനിമ. ആ ചേട്ടന്മാരൊക്കെ അനിയത്തിമാരെ പോലെയോ അപ്പൊ അതിൽ നിന്ന് പെട്ടെന്നൊരു വേറൊരു ലെവലിലേക്ക്. നവിക്ക് വിഷമമുണ്ടായോ? അന്ന് എനിക്ക് വിഷമമായിരുന്നു. ഭദ്രനോട് ഇടഞ്ഞോ? ഒന്നുമില്ല ഭദ്രൻ സാറിനോടൊന്നും ഇടഞ്ഞില്ല. പക്ഷെ അന്ന് ഞാൻ ടി വിയിൽ ഏത് മാഗസിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാനൊരു മാഗസിനിൽ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ അവർ ഒരുപാട് മാറ്റി എഴുതി ബിർട്ടാസ് ചേട്ടാ. എനിക്കത് ഇന്നും അറിയത്തില്ല എന്താന്ന്. അങ്ങനെ പല ഇന്റർവ്യൂസ് എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ കാരണം ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, മീഡിയ ഇന്റർവ്യൂ അല്ല. ഈ എഴുതി വരുന്ന ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവരെഴുതുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ആംഗിളിൽ എഴുതി പല ഇന്റർവ്യൂസും എൻ്റെ വന്നിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ മാത്രം ഇൻ്റർവ്യൂസേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഭദ്രൻ സാറിനെ എനിക്കൊരു അച്ഛനെ പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംവിധായകന്മാരിൽ ആരാന്ന് ചോദിച്ചാൽ അത് ഭദ്രൻ സാറാണ്. കാരണം ഭദ്രൻ സാറിൻ്റെ മോള് ലൊക്കേഷനിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും കളിക്കും, ഭയങ്കര കളിയും. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊച്ചു ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കും ഷോട്ടിൻ്റെ ഗ്യാപ്പിലൊക്കെ. അങ്ങനെ ഭയങ്കര കൂട്ടായിരുന്നു. ഒരിക്കലും ഭദ്രൻ സാറിന് ആകെപ്പാടെ ചാണകം തേക്കുന്ന ഒരു സീനി മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം തോന്നി. ശരിക്കും ചാണകം തന്നെ തേക്കണം, കുഴച്ചുകൊണ്ട് വന്ന് ആർട്ട് ഡയറക്ടർ കൊണ്ടുവന്ന സാധനം തേച്ചാൽ പോരാ, കറക്റ്റ് എരുമച്ചാണകം എന്നെ കൊണ്ട് തേപ്പിച്ചു. അതിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഭദ്രൻ സാറിന് നല്ല നമസ്കാരം കൊടുക്കട്ടെ. വേറെ ഒരു കാര്യത്തില് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടതല്ലേ തേപ്പിക്കുന്നത്. സമ്മതിച്ചു അംഗീകരിക്കുന്നു. പക്ഷെ ഭദ്രൻ സാറിനെ പറ്റി ഭയങ്കര അതിനുശേഷം നവ്യ വീട്ടില്, സമൂഹത്തില്, മീഡിയയിലൊക്കെ ഇത് വലിയ ചർച്ചയായി, ഭയങ്കര ചർച്ചയായി. അച്ഛനും അമ്മ എന്തേ പറഞ്ഞു? അവരൊക്കെ അറിയാതൊന്നും അല്ലല്ലോ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അല്ലതല്ല ഈ രംഗങ്ങൾ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് അച്ഛൻ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഏട്ടാ. സിനിമ റിലീസ് ചെയ്ത ശേഷം അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പറയാൻ ഞങ്ങൾ ആരാ? അച്ഛൻ രോഷാകുലനായോ? ഒന്നുമില്ല, രോഷാകുല മോളെ പോട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ അത് അച്ഛനെ, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ അഭിനയം നിർത്തി കഴിഞ്ഞിട്ട് അച്ഛൻ സിനിമ കാണല് നിർത്തി. അത്രയ്ക്കും എന്നെ സ്നേഹിക്കുകയും അതിനോടൊപ്പം എന്നെ ആരാധിക്കുകയും എവിടേക്കോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ മോളാണ് ഏറ്റവും കഴിവുള്ള നടി എന്നാണ് എൻ്റെ അച്ഛൻ്റെ വിചാരം. ആ അച്ഛനെ അല്ലാതെ ലോകത്ത് ഏറ്റവും അധികം ഞാൻ വേറെ ആരെ സ്നേഹിക്കാൻ പറ്റും? ചേട്ടൻ തന്നെ പറഞ്ഞു. ടാപ്പ് തുറക്കരുത് കേട്ടോ. ഇല്ല, തുറക്കത്തില്ല. ഈ ഒരു ഇതിനിടയിലായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി. നേരത്തെ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷെ അന്നേരത്തെ ഇമോഷനിൽ പറയാൻ പറ്റുന്നില്ല. പിന്നെയും കരയും. കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ നിറഞ്ഞ ബന്ധുവായിരിക്കും. അമ്മയ്ക്ക് അമ്മയോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ അച്ഛൻ ഒരു വീക്ക്നെസ് അത്രേ ഉള്ളൂ. പക്ഷെ നവ്യ ഇപ്പം നേരത്തെ പ്രകടിപ്പിച്ചത് ഒരു പക്ഷേ എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പം എനിക്ക് അമ്മയ്ക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കും, എനിക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കും, ഞങ്ങൾക്ക് കുട്ടികൾക്ക് എടുക്കും, അപ്പൂപ്പന്മാർക്ക് അമ്മമാർക്ക് എടുക്കും. അപ്പോഴും ഒരു നല്ല ഡ്രസ്സ് ഇടാത്ത എൻ്റെ അച്ഛനേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് കീറിയത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ അമ്മയുടെ ഡ്രസ്സ് കീറി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ ചേച്ചിമാരൊന്നും എന്തുകൊണ്ടോ വീട്ടിൽ കളിക്കുമ്പോൾ എന്നെ കളിക്ക് കൂട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞോ വഴക്കിടുകയൊക്കെ ചെയ്യുകയാണെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ നാച്ചിൽ പൊടി വിടുന്നു എന്ന് പറയും. പക്ഷെ അച്ഛൻ പറയും അച്ഛൻ കളിക്കാൻ മോടെ കൂടെ, എൻ്റെ മോടെ കൂടെ അച്ഛൻ കളിക്കാം, എന്തിനാ വേറെ ആളുകൾ കളിക്കുന്നത് എന്ന് എനിക്കതൊക്കെ ഇപ്പോഴും ഭയങ്കര അസറ്റായിട്ടുള്ള വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ.